ഹായ് ദേ, എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്നും ഒരു അച്ചീവേഴ്സ് പാക്ക് വന്നിട്ടുണ്ട്. ഏതൊരു റെക്കോർഡ് ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം അച്ചീവേഴ്സ് പാക്ക് കയ്യിൽ കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ ലെവലാണ്. അപ്പോൾ അച്ചീവേഴ്സ് പാക്കിനുള്ളിൽ എന്താണെന്നൊന്ന് കണ്ടേക്കാം. അപ്പോൾ ഇന്നലെയാണ് എനിക്ക് മെസ്സേജ് വന്നത് ഇന്ത്യ ബുക്സിൽ നിന്നും ഇതുപോലെ അവർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് തോന്നുന്നു അവർ മെസ്സേജ് വരാൻ ഡിലേ ആയതായിരിക്കാം. കാരണം ഇന്നലെ അയച്ച മെസ്സേജിന് ഇന്ന് തന്നെ എനിക്കിതേ അച്ചീവേഴ്സ് പാക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അങ്ങനെ ഇത് കയ്യിലെടുക്കാൻ പോവുകയാണ്. അല്ല, അപ്പോൾ ദേ ഇതാണ് ഐറ്റം. നമ്മുടെ ഇന്ത്യ ബുക്സിൻ്റെയൊക്കെ എംബ്ലം കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് ബോക്സാണ്. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് ഇതിനകത്ത് എന്താണെന്നും കൂടെ ഒന്ന് കണ്ടേക്കാം. നല്ലൊരു സേഫസ്റ്റ് ബോക്സാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ഒരു ബാഡ്ജ്, റെക്കോർഡ് ഹോൾഡറിൻ്റെ ബാഡ്ജാണ്. അടുത്തത് മെഡലാണ്, ഒരു ഗോൾഡ് മെഡലാണ്. അപ്പോൾ ഇന്ത്യൻ ഫ്ലാഗിൻ്റെയാണ് റിബണായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു അഭിമാനപൂർവ്വം നമ്മുടെ കഴുത്തിലിടാൻ പറ്റുന്ന ഒരു മെഡലാണ്. പിന്നെ ഒരു അച്ചീവേഴ്സിൻ്റെ ഒരു പെന്നുണ്ട്. പിന്നെ ദേ ഇതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഈ ബുക്കിലാണ് എല്ലാ ഇന്ത്യയുടെ കഴിവ് തെളിയിക്കുന്ന വളരെയധികം ടാലൻ്റുള്ള ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഫോട്ടോസാണ് അതിനകത്തുള്ളത്. പിന്നെ 2 കാർ സ്റ്റിക്കേഴ്സാണിത്. കാറിൽ ഒട്ടിക്കാവുന്ന ഇന്ത്യൻ റെക്കോർഡ് ഹോൾഡർ എന്നുള്ളതിൻ്റെ സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഒരു ID കാർഡ് ഉണ്ട് ഇന്ത്യ ബുക്സിൻ്റെ. അതുപോലെ തന്നെ ഫൈനലി നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായ ഇന്ത്യ ബുക്സിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ട്. ഒരു റെക്കോർഡ് ഹോൾഡർ ആകണമെന്നുള്ളതൊരു സ്വപ്നം തന്നെയായിരുന്നു. അപ്പോൾ അത് എനിക്ക് സാധിക്കാൻ കഴിഞ്ഞു. ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് അച്ചീവ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു പ്രയത്നത്തിന് മുന്നോടിയായിട്ട് എനിക്കിങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ഈ ഒരു എഗ് മൈക്രോഗ്രീൻ എന്ന് പറയുന്നത് ഞാൻ ഈ ചാനലിൽ ഇട്ടതാണ്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണക്കൊരു മൈക്രോഗ്രീൻ ഉണ്ടാക്കാൻ നേരത്ത് മുട്ടയിലൊരു ചെറിയൊരു ആർട്ട്, ഒരു ചെറിയൊരു ഇമോജി വരയ്ക്കുന്ന നേരത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ പോകുന്നത്. മുട്ടയിൽ എന്തുകൊണ്ട് നല്ല നല്ല ചിത്രങ്ങൾ കൊത്തിയെടുത്തുവിടാന്നുള്ളത്. അങ്ങനെ ഈ ഒരു മൈക്രോഗ്രീനിലൂടെ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഒരുപാട് വട്ടം വരച്ചു പഠിച്ചു, ശീലിച്ച് നോക്കി. അപ്പോൾ കൈ നന്നായിട്ട് വഴങ്ങി തുടങ്ങി. അങ്ങനെയാണ് മുട്ടയിൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഇന്ത്യ ബുക്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്ലൈ ചെയ്ത സമയത്ത് അവർ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നു. അപ്പോൾ അത് പാലിച്ചുകൊണ്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത വീഡിയോയുടെ ഒരു സ്പീഡ് മോഷനാണ് നിങ്ങൾക്കായിട്ട് ഇപ്പോൾ കാണിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ചിത്രങ്ങൾ കൈയെടുക്കാതെ തന്നെ ഒറ്റ മുട്ടയിൽ വരച്ചാണ് ഞാൻ റെക്കോർഡ് കരസ്ഥമാക്കിയത്. അപ്പോൾ അതുപോലെ നിങ്ങളിലും എന്തെല്ലാം കഴിവുകൾ കാണും, അപ്പോൾ അതെല്ലാം നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടി ഞാനൊന്ന് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴേക്കും ഇന്ത്യ ബുക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിലും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ താഴെ നമ്മൾ സ്റ്റെപ്പ് 1 ആപ്ലിക്കേഷൻ ഫോം കിടക്കും. അത് ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ ഫോം ഓപ്പൺ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് എഗ്രി ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കണം. അന്നേരം നമ്മുടെ മെയിൽ ID ഒരു OTP വരും. അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി എന്നും പറഞ്ഞ് ഒരു മെയിൽ വരും. പിന്നെ 2 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു മെയിൽ വരും. അവർ കുറച്ച് റൂൾസ് വെക്കും. ആ റൂൾസ് അനുസരിച്ച് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് വീഡിയോ സ്റ്റാർട്ടിങ് ടു എൻഡിങ് കംപ്ലീറ്റ് വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കണം. പിന്നെ അവരത് നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് ഒരുപാട് വട്ടം കറക്റ്റാണോ നമ്മൾ ചെയ്തതെന്നൊക്കെ നന്നായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കൺഫർമേഷൻ മെയിൽ തരൂ. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതുപോലൊരു അച്ചീവേഴ്സ് പാക്ക് കിട്ടൂ. അപ്പോൾ പാക്ക് അയക്കും മുമ്പ് അവർ മെസ്സേജ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 വട്ടം എനിക്ക് കോളൊക്കെ വന്നിരുന്നു ഇന്ത്യ ബുക്സിൽ നിന്നും. അവർ ഒരുപാട് വട്ടം വെരിഫിക്കേഷൻ നടത്തും. അച്ചീവേഴ്സ് പാക്ക് കയ്യിൽ കിട്ടാൻ എനിക്കൊരു 3 ആഴ്ച എടുത്തില്ല, ഒരു 18 ദിവസത്തോളം സമയമെടുത്തു. അപ്പോൾ ഇതുപോലൊരു ഗോൾഡ് മെഡൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കുള്ളിലെ ടാലൻറ്റ് വെളിയിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രം നമ്മുടെ ലോകം അറിയും. അപ്പോൾ നമുക്കും ഇന്ത്യയുടെ അഭിമാനമായി മാറാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.